സ്റ്റാർട്ട് ചെയ്യാട്ടോ. നമ്മൾ June 25 1 to 20 ക്വസ്റ്റ്യൻസ് ആണ്, PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു June 25. ഇത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. സോ നമ്മളെല്ലാതും ഡിസ്കസ് ചെയ്തിട്ട് തന്നെ നമുക്ക് പോവാട്ടോ. കുറെയൊക്കെ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതാണ്, മാക്സിമം റിട്ടൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതൊക്കെ. അതുകൊണ്ട് ലെങ്തി ആയാലും വി വിൽ കവർ എവറിത്തിങ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വർക്ക്സ് ഇസ് നോട്ട് റിട്ടൺ ബൈ വില്യം കൂപ്പർ? നോട്ട് റിട്ടൺ ബൈ വില്യം കൂപ്പർ ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ട്. സീൻസ് ഫ്രം പ്രൊവിൻഷ്യൽ ലൈഫ് ഉണ്ട്, സീൻസ് ഫ്രം മാരീഡ് ലൈഫ് ഉണ്ട്, ദ ഫീൽഡ് ഓഫ് മാർഷൽസ് മെമ്മോയ്സ് ആൻഡ് മെമ്മോയ്സ് ഓഫ് എ ന്യൂ മാൻ. ഏതായിരിക്കും ആൻസർ? എല്ലാവരും മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാട്ടോ. ഓക്കെ, സി ആണോ? എല്ലാവരും സി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ അപ്പോ വില്യം കൂപ്പറിന്റെ വർക്ക്സ് ആണോ? വില്യം കൂപ്പറിന്റെ ഒറിജിനൽ നെയിം എന്തായിരുന്നു? സ്യൂഡോനിം ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഒറിജിനൽ നെയിം എന്തായിരുന്നു എന്നറിയോ വില്യം കൂപ്പറിന്റെ? HS ഹോഫ് എന്നായിരുന്നു കേട്ടോ. HS ഇനീഷ്യൽ, പിന്നെ HOFF. HS ഹോഫ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ റിയൽ നെയിം. ഓക്കെ, ഒരു മിഡ് ടു ലേറ്റ് 20th സെഞ്ചുറിയിലെ ഒരു നല്ലൊരു ആന്റി ഹീറോ, അങ്ങനെയുള്ള ഒരു റൈറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. ആംഗ്രി യങ് മെൻ മൂവ്മെന്റിലെ ഒരു ഫിഗർ ആയിരുന്നു കേട്ടോ. അതിന്റെ കുറച്ച് മുന്നായിട്ടൊക്കെ വരും. വാട്ട് വാസ് ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് എന്നറിയോ? HS ഹോഫ്. HS പിന്നെ HOFF. HS ഹോഫ്. ഓക്കെ, വാട്ട് വാസ് ആംഗ്രി യങ് മെൻ മൂവ്മെന്റ്? ഹോഫ്. O ആണ് കേട്ടോ, U അല്ല. നമുക്ക് നല്ലോണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മളെ ഓസ്ബോൺ ഒക്കെ ഉണ്ടായിരുന്നു, അതിലെ മെയിൻ ഫിഗേഴ്സ് ആയിരുന്നു. എന്തായിരുന്നു അത്? അതെ, എഗെയിൻസ്റ്റ് സോഷ്യൽ ക്ലാസ് ഇൻഈക്വാലിറ്റി, സോഷ്യൽ കൺഫോമിറ്റി ഒക്കെ കേട്ടോ. ഒരു ലോവർ മിഡിൽ ക്ലാസ് പീപ്പിൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിനെതിരെയുള്ള ഒരു ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് ആയിരുന്നു ഇത്. ഓക്കെ, അതിലെ മെയിൻ ഫിഗേഴ്സ് ആണ് ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ഒക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ കിങ്സ്ലി അമ്മീസിന്റെ ലക്കി ജിം ഒക്കെ, അതെ കിച്ചൺ സിങ്ക് ടൈപ്പ് ആയിരുന്നു. ആൻഡ് ലക്കി ജിം ഒക്കെ അതിലെ ഒരു വർക്ക് ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ഒക്കെ. അതിലെ ജിമ്മി പോട്ടർ എന്നുള്ള ആ ഒരു ക്യാരക്ടർ ഒക്കെ എപ്പോഴും നമ്മൾ ഈ ഒരു മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വരുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ ഓർത്തിരിക്കുക. മെയിൻ ആയിട്ട് ജോൺ ഓസ്ബോണിന്റെ ലുക്ക് ബാക്ക് ഇൻ ആങ്കർ ആണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ 1950s ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിന്റെ തൊട്ട് മുമ്പ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഈ ഒരു വില്യം കൂപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ആൻഡ് നമുക്ക് 1 by 1 നോക്കുകയാണെങ്കിൽ ഇതെല്ലാം A, B, and D വില്യം കൂപ്പറിന്റെ വർക്ക്സ് തന്നെയാണ്. പക്ഷേ സീൻസ് ഫ്രം മാരീഡ് ലൈഫ് എന്നുള്ള ഈ ഒരു വാക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു? ഈ ഒരു വർക്ക് ആരായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്? ജോൺ മാസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ ഈ വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അത്രയും ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പിന്നെ സീൻസ് ഫ്രം പ്രൊവിൻഷ്യൽ ലൈഫും സീൻസ് ഫ്രം മാരീഡ് ലൈഫും ആൻഡ് മെമ്മോയ്സ് ഓഫ് എ ന്യൂ മാനും എഴുതിയിട്ടുണ്ടായിരുന്നത് വില്യം കൂപ്പർ തന്നെ ആയിരുന്നു. ഓക്കെ, ഇതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇതിലെ ഇയേഴ്സ് ഓർത്ത് വെക്കുക. സീൻസ് ഫ്രം പ്രൊവിൻഷ്യൽ ലൈഫ് എഴുതിയിട്ടുണ്ടായിരുന്നത് 1950-ലായിരുന്നു. പിന്നെ സീൻസ് ഫ്രം മാരീഡ് ലൈഫ് എഴുതിയിട്ടുണ്ടായിരുന്നത് 1961-ല്. പിന്നെ മെമ്മോയ്സ് ഓഫ് എ ന്യൂ മാൻ എഴുതിയിട്ടുണ്ടായത് 1966-ലാണ് കേട്ടോ. അതിന്റെയൊക്കെ ശേഷമാണ് ഇത് ഫീൽഡ് ഓഫ് മാർഷൽസ് മെമ്മോയ്സ് എന്ന് ജോൺ മാസ്റ്റേഴ്സിന്റെ വർക്ക് വരുന്നത്. അത് 1975-ലായിരുന്നു കേട്ടോ. ഈ ജോൺ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു മിലിറ്ററി ഹിസ്റ്റോറിക്കൽ നോവലിസ്റ്റ് ആണ്. ഓക്കെ, കൊളോണിയൽ നറേറ്റീവ് ഒക്കെ അത്യാവശ്യം ഇന്ത്യയിലെ മെയിൻലി കൊളോണിയൽ നറേറ്റീവ് ആയിട്ടുള്ള ടെക്സ്റ്റ് ഒക്കെ എഴുതുന്ന ഒരാളായിരുന്നു ഈ ജോൺ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. ഓക്കെ, അത്രയില്ല, വലിയ ഡീപ്പായിട്ട് പോകണ്ട. അപ്പൊ ഈ A, B, and D ആർ റിട്ടൺ ബൈ വില്യം കൂപ്പർ ആൻഡ് ദ ഫീൽഡ് ഓഫ് മാർഷൽസ് മെമ്മോയ്സ് ആർ റിട്ടൺ ബൈ ജോൺ മാസ്റ്റേഴ്സ് ഇൻ 1975. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് ഞാൻ അതിനേക്കാൾ എക്സ്ട്രാ പറയുന്നുണ്ട്. സോ സ്റ്റേ ഫോക്കസ്ഡ്. ഇത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ ഇത് ഒരു മിനിറ്റ്, ഇതിൽ ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരില്ലേ, അപ്പൊ നമ്മളെ മനസ്സിലേക്ക് ഒരു ക്രോണോളജിന്റെ ഒരു ക്ലസ്റ്റർ മാപ്പ് വരണം.
ഫോർ എക്സാമ്പിൾ 1950s to 1960s എന്നുള്ളത് ആ ഒരു ടൈമിലെ മെയിൻ ഫിഗേഴ്സ് ആയിരുന്നു കിങ്സ്ലി അമിസ്, ജോൺ വെയിന്, വില്യം കൂപ്പർ. ആ ഒരു ആംഗ്രി യങ് മെൻ മൂവ്മെന്റ് ഒക്കെ ആ ഒരു ടൈമിലായിരുന്നു, 1950s കേട്ടോ. അതേപോലെ തന്നെ സ്യൂഡോണിമ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ HS ഹോപ്പിന്റെ സ്യൂഡോണിം ആയിരുന്നു വില്യം കൂപ്പർ. അതൊക്കെ എപ്പോഴും NTA ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയാസ് ആണ്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി അടുത്തത് വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹു ഹാസ് കോയിൻഡ് ദ ഫ്രേസ് ബ്രൈക്കോളാഷ്? ആരായിരുന്നു? അതെ, HS ഹഫ് എന്നാണ്. ഹഫ് അല്ല, ഹോഫ് ഇട്ടോ, HOFF ആണ്. ഓക്കെ. സ്ട്രൗസ് ഉണ്ട്, വില്യംസ് ഉണ്ട്, ഹെയ്റ്റിഗർ ഉണ്ട്, ഫൂക്കോ ഉണ്ട്. ആരായിരിക്കും? ഒരു ഡൗട്ടും ഇല്ല അല്ലെ? ഇതിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ബ്രൈക്കോളാഷ് എന്നുള്ള ആ ഒരു ടേം എന്ന് കേൾക്കുമ്പോ തന്നെ ഇറ്റ് ഗോസ് ടു സ്ട്രൗസ് അല്ലെ? സോ എന്നാൽ നമുക്ക് അടുത്തതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ആൻഡ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ വരുമ്പോ നമുക്കറിയാം പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. പക്ഷെ ചിലപ്പോൾ ചില ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഐ മീൻ അങ്ങനെയൊക്കെ ഒരു സില്ലി മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഈ ഒരു ബ്രൈക്കോളാഷ് എന്നുള്ള ഈ ഒരു വേർഡ് വരുന്നത് ബ്രൈക്കോളർ ദ സാവേജ് മൈൻഡ് എന്നുള്ള ആ ഒരു ബുക്കിലാണ് കേട്ടോ പറയുന്നത്. 1962 ഒരു ബുക്കാണ് ദ സാവേജ് മൈൻഡ് എന്നുള്ളത്. അതിലാണ് ഈ ബ്രൈക്കോളാഷ് എന്നുള്ള ഈ ഒരു ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തായിരുന്നു ബ്രൈക്കോളാഷ് എന്ന് പറഞ്ഞാല്? എനിബഡി നോ? സ്ട്രൗസിന്റെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടേം ആണ്. എന്തായിരുന്നു ബ്രൈക്കോളാഷ് എന്ന് പറഞ്ഞാൽ? അതെ, എന്തായിരുന്നു? എല്ലാം കൂടെ മിക്സപ്പ് ആയിട്ട് അല്ലേ? ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ ബൈ യൂസിങ് വാട്ട് എവർ മെറ്റീരിയൽസ് ഐഡിയാസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള. യെസ്, വെരി ഗുഡ്. ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു ന്യൂ തിങ് ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ബ്രൈക്കോളാഷ് എന്ന് പറയാം. ഒരു ഈസി എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ ബുക്ക് ഷെൽഫ് ഉണ്ടാക്കുകയാണ്. പഴയ ഓൾഡൻ വുഡ് ബോക്സും ലെഫ്റ്റ് ഓവർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫർണിച്ചർ പാർട്ടൊക്കെ വെച്ചിട്ട് ഒരു ബുക്ക് ഷെൽഫ് ഉണ്ടാക്കണം, പുതിയൊരു സാധനം ഉണ്ടാക്കണം. ആൻഡ് ദാറ്റ് ഈസ് ബ്രൈക്കോളാഷ്. നമ്മളൊരു എവറിഡേ ലൈഫിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബ്രൈക്കോളാഷ്. ഓക്കെ. അപ്പൊ അത് ആദ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വർക്ക് ദ സാവേജ് മൈൻഡ് എന്നുള്ള ആ ഒരു വർക്കിലായിരുന്നു ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ആൻഡ് അതിന് അടുത്തതിലേക്ക് വരുമ്പോ റെയ്മണ്ട് വില്യംസ്, വിനോ അല്ലെ? റെയ്മണ്ട് വില്യംസ് പറയുമ്പോൾ ഫസ്റ്റ് മൈൻഡിലേക്ക് വരുന്ന ഒരു ടേം എന്താണ്? ആ ഒരു ടേം മനസ്സിലേക്ക് വരണം. ഒരു വർക്ക് ആണെങ്കിലോ ടേം ആണ്, അതെ, കൾച്ചർ ആൻഡ് സൊസൈറ്റി അങ്ങനെയൊക്കെ പറയൂലേ നമ്മള് റെയ്മണ്ട് വില്യംസ് പറയുമ്പോ തന്നെ. ആൻഡ് ഹി ഈസ് ഫേമസ് ഫോർ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്നുള്ള ആ ഒരു ടേമിന് പറയുന്നത്, അതെ, കൾച്ചർ ഈസ് ഓർഡിനറി എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു റെയ്മണ്ട് വില്യംസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്നുള്ള ആ ഒരു ടേം ഒക്കെ അദ്ദേഹത്തിന്റെ ടേം ആണ്. ഡു യു നോ വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് ഫീലിംഗ്? എന്താണെന്നറിയോ? റെയ്മണ്ട് വില്യംസിന്റെ ഒരു, അതെ, ഷെയർഡ് ഫീലിംഗ്, ഷെയർഡ് എക്സ്പീരിയൻസസ്. ഓക്കെ, അതിനാണ് നമ്മൾ ഒരു ഫോർമലൈസ് ആയിട്ടൊന്നുമില്ല. നമ്മളിപ്പോ ഒരു സൊസൈറ്റിയിൽ ഇപ്പൊ ആംഗ്രി യങ് മൂവ്മെന്റ് ഒക്കെ അല്ലേ, അതൊരു ഷെയർഡ് ആയിട്ടുള്ള ആളുകൾ, എക്സ്പീരിയൻസ് ഉള്ള, അങ്ങനത്തെ സെയിം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഒരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് സൊസൈറ്റിയിൽ അക്സെപ്റ്റബിൾ ആണോ ഒരു ഐഡിയ, അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിലും അക്സെപ്റ്റബിൾ ആണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ലായിരിക്കും. പക്ഷേ ദേ സ്റ്റിൽ ഷെയർ ദീസ് ഫീലിങ്സ്. അതിനാണ് നമ്മൾ സ്ട്രക്ചർ ഓഫ് ഫീലിംഗ് എന്ന് പറയാം. നമുക്ക് ഒരു കളക്റ്റീവ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. ആൻഡ് അടുത്തത് മാർട്ടിൻ ഹെയ്ഡിഗർ. സോ മാർട്ടിൻ ഹെയ്ഡിഗർ എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് ഫിനോമിനോളജി ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം. ഓക്കെ, ഡു യു നോ വാട്ട് ഈസ് എക്സിസ്റ്റൻഷ്യലിസം? എന്താണ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞാലും? എല്ലാം ഇങ്ങനെയാണ് നമ്മൾ റിട്ടൻഷൻ ഉണ്ടാക്കാം. വാട്ട് ഈസ് എക്സിസ്റ്റൻഷ്യലിസം ബൈ ഹെയ്ഡിഗറിന്റെ എന്തായിരുന്നു? യു നോ ഇറ്റ്. ആ, മീനിങ്ലെസ്നെസ് പറയാ, അങ്ങനെയും പറയൂ. നമ്മള് എന്ന് വെച്ചാൽ അതിന്റെ കോർ കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാലും നമ്മൾ ആദ്യം ജനിച്ചു, പിന്നീട് നമ്മളാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് നമ്മൾ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റ് ആണ്. ഉം. നമുക്കൊരു പേർപ്പസോ ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് അതെ, എസെൻസ് പ്രിസീവ് പേർപ്പസ്. പിന്നെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഐഡന്റിറ്റി മീനിങ് ഒക്കെ ഉണ്ടാക്കി എടുക്കുകയാണ് എന്നാണ് അതിന്റെ ഒരു കോർ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല്. ഓക്കെ, ആൻഡ് അതിന്റെയൊക്കെ ഒരു മെയിൻ പില്ലർ ആയിരുന്നു ഈ മാർട്ടിൻ ഹെയ്ഡിഗർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് നമ്മളെ സ്വന്തം മിഷേൽ ഫൂക്കോ.
ഫൂക്കോ എന്ന് പറയുമ്പോൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ്? എന്താണ് മൈൻഡിലേക്ക് വരുന്നത് ഫൂക്കോ എന്ന് കേൾക്കുമ്പോ? ഉം അതെ, പനോപ്റ്റിസം വരുന്നുണ്ട്, ഡിസ്കോഴ്സ് വരുന്നുണ്ട്, എപ്പിസ്റ്റം വരുന്നുണ്ട്, അല്ലേ? പവറും നോളജും തമ്മിലുള്ള ആ ഒരു റിലേഷനും ആ ഒരു ഡിസ്റ്റിങ്വിഷിന്റെ ആ ഒരു ലൈനൊക്കെ വളരെ തിന്നാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ മിഷേൽ ഫൂക്കോ. അതെ, പവർ റിലേഷൻസ് എന്നൊക്കെ. ഇതെല്ലാം നമുക്ക് ഫെമിലിയർ ആണല്ലേ? ഈ 4 നെയിംസ് ആണെങ്കിലും ഫെമിലിയർ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ക്ലൗഡ് ലെവി സ്ട്രൗസ്. ഓക്കെ, ഡിസ്കോഴ്സ് ഹെച്ച്മൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇപ്പൊ ബ്രൈക്കോളാഷ് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സാവേജ് മൈൻഡിലാണ്. ദാറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1962. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. മാർട്ടിൻ ഹെയ്ഡിഗർ കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ഫിലോസഫിക്കൽ മൂവ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ, എക്സിസ്റ്റൻഷ്യലിസം, ഫിനോമിനോളജി, അതിന്റെ ഒക്കെ ഒരു ഫിലോസഫർ ആയിരുന്നു അദ്ദേഹം. ഓക്കെ, ഒരു ഓണ്ടോളജിക്കൽ സ്റ്റഡീസ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള. ഓക്കെ, നോട്ട് ലൈക്ക് റെയ്മൺ വില്യംസിനെ പോലുള്ള ഒരു കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയാൻ പറ്റില്ല. ഫിലോസഫർ ആണ്. ഹി വാസ് എ ജർമ്മൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ ഈ മാർട്ടിൻ ഹെയ്ഡിഗർ ആണ് ഇപ്പൊ നമ്മളെ എക്സിസ്റ്റൻസിന്റെ മീനിങ് എന്താണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ദാസ്യം മീൻസ് ബീയിങ് ദേർ, അതാണ് അതിന്റെ അർത്ഥം. ഇത് ശരിക്കും ഒരു ജർമ്മൻ ടേം ആണ്. ബീയിങ് ദേർ മീൻസ് നമ്മളെ എക്സിസ്റ്റൻസിന്റെ ഒരു അവയർനെസ്സും നമ്മളെ ബീയിങ്ങിനെ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യത്തിനേക്കാണ് ദാസ്യം എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് ബീയിങ് ദേർ എന്നാണ് കേട്ടോ. ഓക്കെ, നമ്മളൊരു സെൽഫ് അവെയർ ആയിട്ടുള്ള എക്സിസ്റ്റൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐ തിങ്ക് ജർമ്മൻ ഫ്രഞ്ച് റിലേറ്റഡ് ആയുള്ള ഫിലോസഫേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഡെവിഡൊക്കെ ഫ്രഞ്ചിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which bibliography is concerned with the close analysis of individual copies of books? പറയുന്നുണ്ട്. In the light of our knowledge on how books were produced in literary research. എ ആണോ? ഡിസ്ക്രിപ്റ്റീവ് ആണോ? അനലിറ്റിക്കൽ ആണോ? ഡിസ്ക്രിപ്റ്റീവ് ആണോ? പിന്നെ എന്യൂമറേറ്റീവ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ഉണ്ട്. ഏതായിരിക്കും? എല്ലാവരും ആൻസർ ചെയ്യാട്ടോ. തെറ്റിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ എന്തുകൊണ്ടാണ് റോങ് ആയെന്ന് നമ്മൾ പറയും. എ പറയുന്നുണ്ട്. എല്ലാരും ട്രൈ ചെയ്യുക ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. എ പറയുന്നുണ്ട് അനലിറ്റിക്കൽ ഫീൽ ആവുന്നുണ്ട്. ആൻസർ കണ്ടോ? അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം അതെന്താണ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോ നമ്മൾ ഓരോ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഈ അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇതിന്റെ ഒരു ഈസി മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കാണുകയാണ് ക്ലോസ് അനാലിസിസ് ഓഫ് ഇൻഡിവിജ്വൽ കോപ്പീസ്, അല്ലെങ്കിൽ ഹൗ ബുക്സ് വർ പ്രൊഡ്യൂസ്ഡ്, ഓർ മെറ്റീരിയൽ ഹിസ്റ്ററി, അങ്ങനെയൊക്കെ ഉള്ള വേർഡ്സ്, കീവേഡ്സ് കാണുകയാണെങ്കിൽ അത് അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി ആണ്. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു ഇതിൽ ക്ലോസ് അനാലിസിസ് എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അനാലിസിസ് ഈ ചെയ്യുന്ന ആൾ ഒരു ഡിറ്റക്റ്റീവ് ആവുന്ന പോലെ, ഒരു ഫോറൻസിക് സയന്റിസ്റ്റ് ഒക്കെ ആവുന്ന പോലെ ക്ലോസ് ആയിട്ട് അനാലിസിസ് ചെയ്യുക. അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി ആണ് വരിക. ഇനി ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ഐഡിയൽ കോപ്പി, ഫോർമാറ്റ്, അങ്ങനത്തെ പേജിനേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അല്ല, ഇത് വരുന്നത് ഇപ്പോ ഇത് എനിക്ക് തോന്നുന്ന ക്രിറ്റിസിസത്തിലല്ല വരിക. ഇത് നമ്മളെ റീസേർച്ചിലൊക്കെയാണ് വരുന്നത് കേട്ടോ. റീസെർച്ച് പേപ്പേഴ്സ് റിലേറ്റഡ് ഒക്കെ ആയിട്ട് MLA ഫോർമാറ്റ് ഒക്കെ പഠിക്കില്ലേ, ആ ഒരു പോർഷനിലാണ് ഇത് വരിക. ഓക്കെ, ആൻഡ് യെസ്, റീസെർച്ചിലാണ് വരിക. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫി എന്ന് കണ്ടാലും ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോ ഐഡിയൽ കോപ്പി, പേജിനേഷൻ, ഫോർമാറ്റ് എന്നുള്ള കീവേഡ് ഒക്കെ കാണുകയാണെങ്കിൽ അത് ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫി ആണ്. ഓക്കെ, ഇവരെന്തായിട്ട് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ ഈ ലൈബ്രറീസ്,
ഓരോ എഡിഷന്റെ ഡിഫറൻസസ് വാരിയേഷൻ അതൊക്കെയാണ് ഇവര് മെയിൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ എന്യൂമറേറ്റീവ് എന്ന് പറയുമ്പോൾ സോഴ്സസ് ഒക്കെ ലിസ്റ്റ് ചെയ്യൂല നമ്മള്, ആൽഫബറ്റിക്കൽ, ക്രൊണോളജിക്കൽ അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ അത് എന്യൂമറേറ്റീവ് ആണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ്, ഡിസ്ട്രിബ്യൂഷൻ, റീഡർഷിപ്പ് ഓവർ ടൈം അങ്ങനത്തെ കീവേഡ്സ് ഒക്കെ വരികയാണെങ്കിൽ അത് ഹിസ്റ്റോറിക്കൽ ബിബ്ലിയോഗ്രഫി ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു കീവേഡ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് കുറെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഈ ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡ് എന്നുള്ള ഒരു ബുക്ക് ഉണ്ടല്ലോ, അതിൽ എത്ര പേജസ് ആണെന്ന് അറിയോ? അതിന്റെ ടോട്ടൽ പേജസ് എത്ര ഉണ്ടായിരുന്നു എന്ന് അറിയോ? അല്ലെങ്കിൽ ലൈൻസ് ആൻഡ് പേജസ് എത്ര ഉണ്ടെന്ന് അറിയോ? എനിബഡി നോ? അതൊക്കെ ഒരു PYQ ആണ്. സോറി, എത്ര ലൈൻസ് ആണെന്ന് അറിയോ? ടോട്ടൽ എത്ര ലൈൻസ് ആണെന്ന് അറിയോ? പേജസ് എല്ലാം മാറിപ്പോയത്, എത്ര ലൈൻസ് ആണെന്ന് അറിയോ? അതെ, 434 ലൈൻസ് നമുക്ക് ചില സോഴ്സസിൽ കാണാം. ഓക്കെ, അതെ, 400 സംതിങ്, 434 ലൈൻസ് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പറയാം. പക്ഷേ ചില സോഴ്സസിൽ നമുക്ക് 433 എന്ന് കാണാം. അത് ശരിക്കും ഒരു പ്രിന്റിംഗ് എറർ ആണ്. അപ്പോൾ അങ്ങനത്തെ പ്രിന്റിംഗ് എറർ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന ഒരാളാണ് ഈ അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി എന്നുള്ള അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, അപ്പൊ ചില കാര്യത്തിൽ ചില സോഴ്സസിൽ 433 എന്ന് കാണാം, ചില സോഴ്സസിൽ 434 എന്ന് കാണാം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഓഫ് ബിബ്ലിയോഗ്രഫിയാണ് അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി എന്ന് പറയാം. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നുള്ളൂ, ഒരു ക്ലോസ് അനാലിസിസ് ഓഫ് കോപ്പീസ് ഓഫ് ബുക്സ്. ഓക്കെ, അപ്പൊ അത് ഒരിക്കലും മാറിപ്പോവരുത്. അപ്പൊ ഇതിന്റെ ആൻസർ അനലിറ്റിക്കൽ ബിബ്ലിയോഗ്രഫി എന്നാണ് കേട്ടോ. ഓക്കെ, സോ ഏതൊക്കെയാണ് അപ്പൊ വേസ്റ്റ് ലാൻഡിലെ സെക്ഷൻസ് എന്ന് പറഞ്ഞേ? കണക്ട് ചാനലുകളാണ് നമ്മളെ പോളിസി. ഏതൊക്കെയാണ് വേസ്റ്റ് ലാൻഡിലെ സെക്ഷൻസ്? അതെ, മാക്സിമം ആ ഒരു ഏതാണ് ഫസ്റ്റ് അങ്ങനെ പറയാൻ വേണ്ടി നോക്കട്ടോ. ഫസ്റ്റ് ഏതാണ്? ബറിയൽ ഓഫ് ഡെഡ്, പിന്നെ ഗെയിം ഓഫ് ചെസ് ആണ്, പിന്നെ Death by water. അതെ, ഫയർ സെർമൺ കഴിഞ്ഞിട്ട് ഡെത്ത് ബൈ വാട്ടർ, ലാസ്റ്റ് ആണ് ഏത്? ലാസ്റ്റ് ഏതായിരുന്നു? വാട്ട് ദി തണ്ടർ സെഡ്. വെരി ഗുഡ്. ഓക്കെ, 5 സെക്ഷൻ ആണ്, 433 ലൈൻസ്. 434 എന്നാണ് ചില സോഴ്സസിലൊക്കെ, നമുക്ക് 434 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം കേട്ടോ. ആൻഡ് പബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? വേസ്റ്റ്ലാൻഡ് വാസ് പബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ? യെസ്, വെരി ഗുഡ്, 1922 പബ്ലിഷ് ചെയ്തത്. നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ അതൊന്നും. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാല് ഒരു ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബുക്കിലെ സിഗ്നേച്ചർ, ടൈപ്പോഗ്രഫി, ബൈൻഡിങ് അതൊക്കെ ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫിയിൽ വരും. അനലിറ്റിക്കൽ എന്തൊക്കെയാണ് വരിക? വാട്ടർമാർക്ക്, ഫോണ്ട്, പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറ് അനലിറ്റിക്കലിലാണ്. പിന്നെ എന്യൂമറേറ്റീവിൽ എന്താ വരിക? ക്രൊണോളജി, ആൽഫബറ്റിക്കൽ അങ്ങനത്തെ ഒക്കെ വരാറ് എന്യൂമറേറ്റീവിലാണ്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഓഫ് കോഴ്സ് ലൈക്ക് ദി നെയിം ഇറ്റ് സെൽഫ്, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനലും ആ ഒരു കൾച്ചറൽ റെലവൻസ് ഒക്കെ വരല് ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബിബ്ലിയോഗ്രഫിയിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? മാക്സിമം നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. ഇറ്റ് ക്യാൻ ബി റോങ്, അതൊരു പ്രശ്നവുമില്ല. നമ്മൾ ആൻസർ ഒക്കെ ചെയ്തിട്ട് തന്നെ, അതെ, ആ പേജ് നമ്പർ അങ്ങനത്തെ ഒക്കെ നോക്കല് ഒരു അനലിറ്റിക്കൽ. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാല് ഇപ്പോ ഒരു ബുക്കിന്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ, അതിന്റെ ഒരു സിഗ്നേച്ചർ, ടൈപ്പോഗ്രഫി, ബൈൻഡിങ് ഒക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള വരല് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ബിബ്ലിയോഗ്രഫിയിലാണ്. ഓക്കെ, ഏതൊക്കെയാണ് എഡിഷന്, ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇംപ്രഷൻ അതൊക്കെ വരാല് ഡിസ്ക്രിപ്റ്റീവിലാണ് കേട്ടോ. ഓക്കെ, അനലിറ്റിക്കല് കൂടുതൽ വരല് മെക്കാനിക്സ് ആണ്. ഒരു ബുക്ക് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുന്നത്, അതിലെ വാട്ടർമാർക്ക്, ഫോണ്ട് അതൊക്കെ അനലിറ്റിക്കലിലും വരും. മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ ഇതുവരെ? ഡിസ്ക്രിപ്റ്റീവ് അനലിറ്റിക്കൽ ഓക്കെ എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. ഹു among the following is considered as the father of, ആൻസർ വരുന്നുണ്ട്,
യെസ്, പറഞ്ഞോളൂ ട്ടോ, എല്ലാരും പറഞ്ഞോളൂ. അപ്പോൾ കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് സൗത്ത് ആഫ്രിക്കൻ ഇംഗ്ലീഷ് പോയട്രി. റൈഡർ ഹൊഗാർഡ് ഉണ്ട്, തോമസ് സ്പ്രിങ്കിൾ ഉണ്ട്, ജോൺ ബുക്കാൻ ഉണ്ട്, പേഴ്സി ഫിറ്റ്സ് പാട്രിക് ഉണ്ട്. ആരാണ്? ബി ആണോ? യു ഷുവർ? ഓക്കെ, ഡിയും വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് 1 by 1 നോക്കാട്ടോ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി തോമസ് സ്പ്രിങ്കിൾ ആണ് കേട്ടോ. ബി ആണ് ആൻസർ എന്ന് ഷുവർ ആയിട്ട് പറയുന്നുണ്ട്. യെസ്, ആൻഡ് ബി ഇസ് ദ ആൻസർ. ഈ തോമസ് സ്പ്രിങ്കിളിന്റെ ഇങ്ങനത്തെ ഓതേഴ്സ് ഒക്കെ വരുമ്പല്ലേ ഇവര് ടൈം ലൈൻ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, ഏത് ടൈം ലൈനാണ് ഇവര് ഏകദേശം വരാന്നൊക്കെ. ഇപ്പൊ ഈ തോമസ് സ്പ്രിങ്കിൾ വന്നിട്ടുള്ളത് 1789 to 1834 ആണ് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന് നമ്മളെ ST കോളറിഡ്ജ് ഇല്ലേ, കോളറിഡ്ജ് നല്ലോണം പ്രൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇദ്ദേഹം എഴുതുന്ന ലൈൻസ് ഒക്കെ നല്ല മാഗ്നിഫിസന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കോളറിഡ്ജിന്റെ പ്രൈസ് ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഈ തോമസ് സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ആ ഒരു കോളറിഡ്ജിന്റെ ആ ഒരു ടൈം എന്നൊക്കെ നമുക്ക് പറയാല്ലേ. അപ്പൊ ടൈം ലൈൻ എപ്പോഴും ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ആൻഡ് ഈ ഈ ഒരു ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുള്ള തോമസ് സ്പ്രിങ്കിള് സൗത്ത് ആഫ്രിക്കയിൽ എത്തിയിട്ടുള്ളത് 1820-ലാണ് കേട്ടോ. അന്ന് ഒരു ബ്രിട്ടീഷ് സെറ്റിലേഴ്സ് ഉള്ള ഒരു സൗത്ത് ആഫ്രിക്കയിൽ കോളനി ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അപ്പൊ അങ്ങനെ എത്തിയിട്ടുള്ള ഒരാളാണ്. പിന്നെ നമ്മൾ സ്ലേവറിക്ക് എതിരെയൊക്കെ ഒരുപാട് ഒപ്രഷനെതിരെയൊക്കെ ഒരുപാട് വോയിസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരാളായിരുന്നു. മെയിൻലി പോയിട്രി ആയിരുന്നു കേട്ടോ ഇദ്ദേഹത്തിന്റെ മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഒരു ഒപ്രഷനെ കുറിച്ചൊക്കെ നന്നായിട്ട്, എസ്പെഷ്യലി ആഫ്രിക്കൻ എത്നിസിറ്റിയിലെ ഒപ്രഷനെ കുറിച്ചൊക്കെ നന്നായിട്ട് എഴുതിയ ഒരാളുണ്ടായിരുന്നു. പക്ഷെ എഴുതിയതിനു ശേഷം നന്നായിട്ട് ബാക്ക്ലാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആഫ്രിക്കൻ എത്നിസിറ്റിനെ മോശമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ. അത് ഏത് വർക്കായിരുന്നു? എനിബഡി നോ? ആർക്കെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുമോ? അതെ, വെരി ഗുഡ്. നമ്മുടെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആയിരുന്നു അല്ലെ. അതിലെ ക്യാരക്ടേഴ്സ് ഒക്കെ അറിയോ? അതിലെ മെയിൻ പ്രോട്ടഗണിസ്റ്റ് ആരായിരുന്നു? അതെ, കോൺറാഡിന്റെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആയിരുന്നു അതിലെ മെയിൻ. അതെ, കേർഡ്സ് ആയിരുന്നു അല്ലെ. അതിൽ ട്രാവലർ ആയിരുന്നു കേർഡ്സ്. പിന്നെ അതിൽ മാർലോ ഉണ്ട് അല്ലെ. ഓക്കെ, അതിലൊരു ഫേമസ് ലൈനായിരുന്നു കേർഡ്സിന്റെ, ദി ഹൊറർ എന്നുള്ള അല്ലെ ഒരു ലൈനായിരുന്നു. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ഒപ്രഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഒന്ന് റിക്കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്, കോൺറാഡിന്റെ. ഓക്കെ, അടുത്ത ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഓപ്ഷൻ എ നോക്കുകയാണ്. ഈ നെയിം ഒക്കെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ? അതോ ഇതുവരെ കാണാത്ത നെയിം ആണോ? കാണാത്ത നെയിംസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇതുവരെ? യു TYQ അല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ, മോസ്റ്റ് ഓഫ് യു. അതെ, അതെ, ഫെമിലിയർ അല്ലാത്ത അവസ്ഥയാണ്. അപ്പോ ഈ ഹെൻറി റൈഡർ ഇത് ശരിക്കും ഹഗ്ഗാർഡ് എന്നാണ് കേട്ടോ, ഹൊഗാർഡ് അല്ല. ഹെൻറി റൈഡർ ഹഗ്ഗാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഒരു 19th സെഞ്ചുറി ഒരു നോവലിസ്റ്റ് ആണ് കേട്ടോ. നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ്, അത്ര ഡീപ്പ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. കിങ് സോളമൻസ് മൈൻസ് അങ്ങനെയൊക്കെ കുറച്ച് വേർഡ്സ് ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പിന്നെ ജോൺ ബുഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് സ്കോട്ടിഷ് ആണ്. ആൻഡ് 39 സ്റ്റെപ്സ് എന്നുള്ള ഒരു വർക്കാണ് കേട്ടോ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള. റിച്ചാർഡ് ഹാനെ എന്നുള്ള ഒരു ക്യാരക്ടർ ഒക്കെ ഉള്ള ഒരു നോട്ട് സോ ഡീപ്പ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. പിന്നെ സർ ജെയിംസ് പേഴ്സി ഫിറ്റ്സ് പാട്രിക് എന്ന് പറഞ്ഞാൽ ഒരു സൗത്ത് ആഫ്രിക്കൻ ഓത്തറും പൊളിറ്റീഷ്യനും ഒക്കെ ആണ് കേട്ടോ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ പോയട്രിന്റെ തോമസ് സ്പ്രിങ്കിൾ ആണെന്ന് പറഞ്ഞു. ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിന്റെ ആരായിരുന്നു ഫൗണ്ടിങ് ഫാദർ? എനിബഡി നോ? ഇന്ത്യൻ ഇംഗ്ലീഷ് പോയട്രിന്റെ ഫൗണ്ടിങ് ഫാദർ ആര്? യെസ്, വെരി ഗുഡ്. ഹെൻറി ലൂയിസ് ഡെറോസിയോ ആയിരുന്നു കേട്ടോ, നമ്മളെ യങ് ബംഗാൾ ഗ്രൂപ്പിന്റെ ഒക്കെ. യെസ്, യെസ്. ഓസ്ട്രേലിയൻ കൊളോണിയൽ വേഴ്സിന്റെ ആർക്കെങ്കിലും അറിയോ? ഓസ്ട്രേലിയൻ ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ കൊളോണിയൽ വേഴ്സിന്റെ മെയിൻ വോയിസ് ആരായിരുന്നു? എനിബഡി നോ? മെയിൻലി ഷോർട്ട് സ്റ്റോറി. ആ, കുട്ടി ഒരു അല്ല, അങ്ങനെ ഒരു
ടേം കൊടുത്തിട്ടുള്ളത് നമ്മളെ ചാൾസ് ഹാപ്പർ, ഹെൻറി ലോസൺ അവർക്കൊക്കെ ആയിരുന്നു കേട്ടോ. ഈ ഒരു കൊളോണിയൽ വേഴ്സ്, ഓസ്ട്രേലിയൻ കൊളോണിയൽ വേഴ്സ് എന്നുള്ള ആ ഒരു ടേം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ആന്റി ഇമ്പീരിയൽ വോയിസ് ഉള്ള ആളുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ പ്രിങ്കിൾ ആണെങ്കിലും ഹഗാർഡ് ആണെങ്കിലും ഒക്കെ. ഓക്കെ, ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുവരെ ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ തോമസ് പ്രിങ്കിൾ ആണ് കേട്ടോ. Let's go to next question. ക്രിട്ടിസിസ് ആണ്. കാണുന്നില്ലേ? Which of the schools of criticism has strongly opposed formalism in both its European and American varieties, rejecting the view that there is a answers വരുന്നുണ്ട്. യെസ്, പറഞ്ഞോളൂ കേട്ടോ എല്ലാവരും. ഷാർപ്പ് ആൻഡ് ഡിഫൈനബിൾ ഡിവിഷൻ ബിറ്റ്വീൻ ഓർഡിനറി ലാംഗ്വേജ് ആൻഡ് ലിറ്റററി ലാംഗ്വേജ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ 5 ഓപ്ഷൻസ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് 5ഉം എന്താണെന്ന് അറിയണം ഫസ്റ്റ്, എന്നാലേ നമുക്ക് ഇതിന് ഡിസ്റ്റിങ്വിഷ് ആയിട്ട് എടുത്ത് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1 by 1 നോക്കിയാലോ? എലിമിനേഷൻ ട്രിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതാണ്. ഇപ്പോ നമുക്കറിയാം ഫോർമലിസം എന്ന് പറഞ്ഞ എന്താണ്? നമ്മൾ ആൾറെഡി ഉള്ള ഒരു കാര്യത്തിന്, ആർട്ടിനെ നമ്മൾ എവറിഡേ ലൈഫിൽ നിന്നും മാറ്റി നിർത്തുകയാണ്, ഒരു ഡീഫെമിലിയറൈസേഷൻ ചെയ്യാണ്. അതിനാണ് നമ്മൾ മെയിൻലി റഷ്യൻ ഫോർമുലിസത്തിലൊക്കെ അതാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഓർഡിനറി ലാംഗ്വേജും ലിറ്റററി ലാംഗ്വേജും തമ്മിൽ വലിയൊരു ഡിസ്റ്റിങ്വിഷൻ ഒന്നും വേണ്ട, ശരിക്കും അതല്ല നമുക്ക് വേണ്ടത് എന്നായിരുന്നു അതിനുശേഷം വന്നിട്ടുള്ള കുറച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ആർട്ടിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പോവാണെങ്കിലും അത് നമ്മൾ എവറിഡേ ലൈഫായിട്ട് അത് മുന്നോട്ട് പോവണം. അതിനെ ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ 2 ലാംഗ്വേജ് തമ്മിലുള്ള ആ ഒരു ലൈനില്ലേ, അത് അത്രയും ഫേഡ് ആവുന്നോ അത്രയും ബെറ്റർ ആണ്. അതായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്റെ മെയിൻ കോർ തീം. അതാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോർമലിസത്തിനെ, ഈ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്ന ഈ ഒരു ഫോർമലിസത്തിനെ ആരൊക്കെയാണ് ഒപ്പോസ് ചെയ്തത് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. മാർക്സിസം വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാർക്സിസം ഇതിൽ വരുമോ? ആൻഡ് വരില്ല എന്നാണെങ്കിൽ വൈ? Can anybody answer that? ഹെജിമണിയൊക്കെ മാർക്സിസത്തിന്റെ വേറൊരു പാർട്ടാണ്. ഇത് ലിറ്റററി സെൻസിലാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ നമ്മൾ മാർക്സിസം, പോസ്റ്റ് കൊളോണിയലിസം ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എ ആൻഡ് ഇ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവര് മെയിൻ ഐഡിയോളജി എന്തായിരുന്നു? ഈ ഒരു പൊളിറ്റിക്സും ഹിസ്റ്റോറിയൽ വ്യൂസും ഒക്കെ അല്ലെ. ഈ ഫോർമലിസം എന്ന് പറഞ്ഞാൽ ക്ലാസ് സ്ട്രഗിൾ തന്നെ എൻറ്റയർലി അവർ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മെയിൻ ലിംഗ്വിസ്റ്റിക് ആയുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നില്ലേ ഫോർമലിസം എന്നുള്ളത് അവര് മെയിൻ തിങ്. അതെ, എഗെയിൻസ്റ്റ് സോഷ്യൽ സ്ട്രക്ചറൽ എലമെന്റ്സ് ഒക്കെ ആയിരുന്നു നമ്മുടെ മാർക്സിസം ആണെങ്കിലും പോസ്റ്റ് കൊളോണിയലിസം ഒക്കെ ആണെങ്കിലും ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് രണ്ടും വരുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ മെയിൻലി ലിറ്റററി ലാംഗ്വേജ് ആൻഡ് ഓർഡിനറി ലാംഗ്വേജ് റിജക്ട് ചെയ്തത് ആരാന്നാ ചോദിക്കുന്നത്. അപ്പൊ ഈ മാർക്സിസം ആൻഡ് പോസ്റ്റ് കൊളോണിയലിസം വരുമോ? അത് അത്രയും ബ്രോഡായിട്ടൊരു കാറ്റഗറി അല്ലേ, അത് വരാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? ആ ഒരു സെൻസിൽ നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ഓർഡിനറി ലാംഗ്വേജും ലിറ്റററി ലാംഗ്വേജും തമ്മിലുള്ള ആ ഒരു ലൈന് ഫെയ്ഡ് ആവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ആരൊക്കെയെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ മാർക്സിസം, പോസ്റ്റ് കൊളോണിയലിസം നോക്കുകയാണെങ്കിൽ അവർ ലിറ്റററി ലാംഗ്വേജ്, ഓർഡിനറി ലാംഗ്വേജ് അതിനെ കുറിച്ച് ഒന്നും കൺസേൺഡേ അല്ല. അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പൊളിറ്റിക്സും എന്തൊക്കെയാണ്, ഈ ഒരു ക്ലാസ് ഡിഫറൻസ് എന്തൊക്കെയാണ്, നമ്മൾ കൺസ്യൂമറിസം, അതൊക്കെയായിരുന്നു അവരെ മെയിൻ തിങ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ഒരു പിക്ചറിൽ ഇവർ 2 പേരും വരാനേ പോണില്ല. അപ്പൊ നമുക്ക് എ ആൻഡ് ഇ എന്തായാലും എലിമിനേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ പിന്നെ എന്തായാലും നമുക്കുള്ള ആൻസർ BCD ആണ്. ഈസിന്റ്. അപ്പൊ അങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സും എഡ്യൂക്കേറ്റഡ് ആയുള്ള എലിമിനേഷൻ ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറെയൊക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി എന്തുകൊണ്ടായിരിക്കും ഇത് വന്നതെന്ന് നോക്കാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഈ റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള സെൽഫ് കണ്ടെയ്ൻഡ് മീനിങ് ഇല്ല. നമ്മൾ റീഡർ വായിക്കുന്ന ആ റീഡർ മൈൻഡിനനുസരിച്ചാണ് അവരുടെ സൈക്കോളജി എങ്ങനെയാണ്. ഇപ്പൊ ഞാനൊരു പോം വായിക്കുന്ന പോലെ ആയിരിക്കില്ല ഇതിലെ ഇത്രയും പേര് പോം വായിക്കുമ്പോൾ അവരെ മനസ്സിലേക്ക് വരുന്ന പിക്ചർ അല്ലെ. എല്ലാവർക്കും പല പല പിക്ചേഴ്സ് ആയിരിക്കും. അപ്പൊ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു മീനിങ് ഒരിക്കലും ഒരു ടെക്സ്റ്റിന് കൊടുക്കാൻ പാടില്ല എന്നായിരുന്നു റീഡർ റെസ്പോൺസ് ക്രിറ്റിസിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിച്ച് ഈസ് എൻറ്റയർലി എഗെയിൻസ്റ്റ് ഫോർമലിസം ഈസ്. ഓക്കെ, ഒരു എവറിഡേ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ ആയിരിക്കും നമുക്ക്. എന്നാൽ ഫോർമലിസത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു എവറിഡേ ലൈഫ് ഒന്ന് മാറ്റി നിർത്താൻ ലിറ്റററി ലാംഗ്വേജ് എന്നല്ലേ. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയില്ലേ? അതെ, റീഡർ പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടന്റ് ആണ് എന്നായിരുന്നു റീഡർ റെസ്പോൺസിബിലിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് എഗെയിൻസ്റ്റ് ആയില്ലേ ഫോർമലിസത്തിന്റെ കൂടെ വെക്കുമ്പോ? ഈസിന്റ്. ഇനി സ്പീച്ച് ആക്ട് തിയറി നോക്കുകയാണെങ്കിൽ ഇത് മെയിൻ ആയിട്ട് ഇതിൽ ഫിലോസഫേഴ്സ് എന്ന് പറഞ്ഞാൽ JL ഓസ്റ്റിൻ ഒക്കെ ആയിരുന്നു കേട്ടോ. ജോൺ സിയോൾ, JL ഓസ്റ്റിൻ ഒക്കെ ആയിരുന്നു ഇതിലെ മെയിൻ ഫിലോസഫേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഫിക്ഷനും റിയൽ വേൾഡ് സ്പീച്ചും തമ്മിലുള്ള ആ ഒരു ലൈന് ബ്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ആ ഒരു ലാംഗ്വേജ് യൂസ്ഫുൾ ആക്കണം എന്നായിരുന്നു. ഓർഡിനറി കോൺവേഴ്സേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരുന്നു സ്പീച്ച് ആക്ട് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതും എന്താണ്? ഫോർമലിസത്തിന് എഗെയിൻസ്റ്റ് ആയി. ഇസിന്റ്. അവർ ഒപ്പോസ് ചെയ്തു. ഇനി ന്യൂ ഹിസ്റ്റോറിക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? അതിലെ മെയിൻ ഫിഗർ ആരായിരുന്നു? ന്യൂ ഹിസ്റ്റോറിക്സിലെ മെയിൻ ക്രിറ്റിക് ആരായിരുന്നു? വെരി ഫേമസ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിഗർ ആണ്. ആരായിരുന്നു? എനിബഡി നോ? യെസ്, വെരി ഗുഡ്. സ്റ്റീഫൻ ഗ്രീൻബ്ലാട്ട് ആയിരുന്നു കേട്ടോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഈ ഒരു ലിറ്റററി അല്ലെങ്കിൽ നോൺ ലിറ്റററി ടെക്സ്റ്റ് അങ്ങനത്തെ ഒരു ഡിസ്റ്റിങ്വിഷും നമുക്ക് വേണ്ട. ഇപ്പൊ ഷേക്സ്പിയറിന്റെ ഒരു പ്ലേ തന്നെ അന്നത്തെ കാലത്തെ വേറെ കൾച്ചറൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ്സിന്റെ കൂടെയൊക്കെ വെച്ചിട്ട് അതാണ് നമ്മൾ ഹിസ്റ്റോറിക്സ് എന്ന് പറയുന്നത് അല്ലെ. ഒരു ഹിസ്റ്ററിനെ നമ്മൾ ലിറ്ററേച്ചറിന്റെ കൂടെയും അന്നത്തെ കൾച്ചറിന്റെ കൂടെയൊക്കെ ഒരുമിച്ച് മിക്സ്ഡ് അപ്പ് ആയിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ ന്യൂ ഹിസ്റ്റോറിസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും അത് ഫോർമലിസത്തിന് എതിരാണ് അല്ലെ. അത് ഫോർമലിസം എന്നുള്ള ആ ഒരു ഓപ്ഷൻ അവർക്ക് അക്സെപ്റ്റേ ചെയ്യാൻ പറ്റില്ല. അതെ, ഹിസ്റ്ററി ഓഫ് ടെക്സ്റ്റ് ആൻഡ് ടെക്സ്ച്വാലിറ്റി ഓഫ് ഹിസ്റ്ററി. യെസ്, വെരി ഗുഡ്. അപ്പൊ എന്തായി? അതും ഫോർമലിസത്തിന് ഓപ്പോസിറ്റ് ആയി. സോ അവർ ആൻസർ വിൽ ബി B, C ആൻഡ് D. മനസ്സിലായില്ലേ നമ്മൾ എങ്ങനെയാണ് അത് മാക്സിമം എലിമിനേറ്റ് ചെയ്യാന്ന്? ഓക്കെ. ഇനി അടുത്ത ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ മാക്സിമം ഇപ്പൊ ഓർഡിനറി ലാംഗ്വേജ് അതേപോലെ ലിറ്റററി ലാംഗ്വേജ് ഒക്കെ മൈൻഡ് ചെയ്യുന്ന ആളുകളാണ് ഈ മാർക്സിസം, പോസ്റ്റ് കൊളോണിയലിസം എന്നൊക്കെ നോക്കുക. അവരത് മൈൻഡേ ചെയ്യുന്നില്ല അല്ലെ. മൈൻഡേ ചെയ്യുന്നില്ല മീൻസ് അവരെ മെയിൻ തീം അതല്ല, അവരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് അതല്ല. ദേ ആർ മോർ ഫോക്കസ്ഡ് ഓൺ പൊളിറ്റിക്സ് ആൻഡ് ഒപ്രഷൻ. അതൊക്കെയല്ല അവരെ മെയിൻ. അതെ, ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ടെക്സ്റ്റ് ഈക്വൽ ഇമ്പോർട്ടന്റ്. അതൊക്കെയായിരുന്നു അവരുടെ ഒപ്രഷൻ. അപ്പൊ അത് നമുക്ക് അറിയെങ്കിൽ തന്നെ ഈ ആൻസർ നമുക്ക് ഈസി ആയിട്ട് C ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? Shall we move to the next question? Okay. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം ആൻസർ ചെയ്യാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യാം. ദി നോഷൻ ഓഫ് ഓത്തർ. ആരുടെയോ മൈക്ക് ഓൺ ആണ് കേട്ടോ. B ആണോ? The notion of author constitutes the privileged moment of individualization in the history of ideas, knowledge, literature, philosophy, and the sciences. Identify the critical essay in which the lines occur. എല്ലാം ഫെമിലിയർ ആയിട്ടുള്ള നെയിംസ് ആണ് അല്ലെ. ഇത് രണ്ടും ഒന്നുകൂടി ഫെമിലിയർ ആണ്. ഇസിന്റ്. ഡെത്ത് ഓഫ് എൻ ഓത്തർ ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഡെത്ത് ഓഫ് എൻ ഓത്തർ അല്ല കേട്ടോ ഇതിന്റെ ആൻസർ. അതെ, അപ്പൊ പിന്നെ എന്തായാലും വാട്ട് ഈസ് എൻ ഓത്തർ ആണല്ലേ. വെരി ഗുഡ്. അപ്പൊ എന്താന്ന് വെച്ചാല് എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്? നോഷൻ ഓഫ് ഓത്തർ എന്ന് വെച്ചാല് ഒരു പ്രിവിലേജ്ഡ് മൂവ്മെന്റ് ഓഫ് ഇൻഡിവിജ്വലൈസേഷൻ, അതേപോലെ നോളജ്, ലിറ്ററേച്ചർ, ഫിലോസഫി ആൻഡ് സയൻസസ് ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ആണ് നോഷൻ ഓഫ് ഓത്തർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏത് ബുക്കിലായിരിക്കും? ഡെത്ത് ഓഫ് എൻ ഓത്തർ എഴുതിയിട്ടുള്ളത് ആരാ? ഹു റോട്ട് ഡെത്ത് ഓഫ് എൻ ഓത്തർ? അതെ, റോളൻ ബാർട്സ് ആണല്ലേ ഡെത്ത് ഓഫ് എൻ ഓത്തർ എഴുതിയിട്ടുള്ളത്.
പിന്നെ വാട്ട് ഈസ് എൻ ഓതർ ആരാ എഴുതിയിട്ടുള്ളത്? മിഷേൽ ഫൂക്കോ. ഹെയർസ് ഓഫ് ദി ലിവിംഗ് ബോഡി എഴുതിയിട്ടുള്ളത് ഇതറിയാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഇതൊരു ഡിസ്ട്രാക്ടർ ഓപ്ഷൻ ആണ്. ആർക്കെങ്കിലും അറിയോ? അറിയെങ്കിൽ that will be very good. That means you prepared so well, more than enough. Okay. ഇതൊരു റെഡ് ഹെറിംഗ് ഓപ്ഷൻ ആണ് കേട്ടോ, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് V.S. നായ്പോളിന്റെ ഹൗസ് ഓഫ് മിസ്റ്റർ ബിസ്വാസ് എന്നുള്ള നോവൽ അറിയില്ലേ, 1961 അതിലെ ഒരു ചാപ്റ്ററിന്റെ പേരാണ് കേട്ടോ ഇത്, ഹെയർസ് ഓഫ് ദ ലിവിംഗ് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ഇനി വാട്ട് ഈസ് ന്യൂ ഫോർമുലിസ് എഴുതിയിട്ടുള്ള ആരാന്നറിയോ? അത് ശരിക്ക് ഒരു മൂവ്മെന്റ് ആണ്. യെസ്, അത് ശരിക്കും മൂവ്മെന്റ് ആണ്. ഒരു അമേരിക്കൻ പോയിട്രി, നമ്മൾ ട്രഡീഷണൽ മീറ്റർ റൈമും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടന്ന ഒരു മൂവ്മെന്റിന്റെ പേരാണ് വാട്ട് ഈസ് ന്യൂ ഫോർമലിസം എന്നുള്ളത്. സോ ഇതിന്റെ ആൻസർ വാട്ട് ഈസ് ആൻ ഓതർ ബൈ മിഷേൽ ഫൂക്കോ. അതിലെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നറിയോ? നമ്മൾ ഡെത്ത് ഓഫ് എൻ ഓതർ എന്നുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു വാട്ട് ഈസ് ആൻ ഓതർ എന്നുള്ളത്. ഓക്കെ, റോളം ബാർട്സിന്റെ ഈ ഒരു വർക്കിനുള്ള ഒരു റെസ്പോൺസ് ആയിട്ടായിരുന്നു മിഷേൽ ഫൂക്കോ ഈ വർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാല്, ഇപ്പോ നമ്മൾ ഡെത്ത് ഓഫ് എൻ ഓതറിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബാർട്സ്? അതെ, ഒരു റീഡർ ജനിക്കുമ്പോൾ അവിടെ ഒരു ഓതറിന്റെ ഡെത്ത് സംഭവിക്കണമെന്നല്ലേ. പിന്നെ അതിന്റെ ഫുള്ള് കൺട്രോളും ശരിക്കും റീഡറിനാണ് പോവുക. അവിടെ ഇനി ഓതറിന് ഒരു വാല്യൂ ഇല്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ഫൂക്ക് കണ്ടിട്ടുണ്ടായിരുന്ന എങ്ങനെയാണെന്ന് അറിയോ? ഓതർ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു റോ ഇമോഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരാൾ മാത്രല്ല, ശരിക്കും ഒരു ഐഡിയോളജിക്കൽ പ്രൊഡക്റ്റ് ആണ് ഈ ഓതർ എന്ന് പറഞ്ഞാല്. ഓക്കെ, അത് ഒരു മീനിങ്, ഈ ടെക്സ്റ്റിന്റെ മീനിങ്ങും എല്ലാം ലിമിറ്റ് ചെയ്യുന്ന ഒരാളാണ് ഓത്തർ എന്നുള്ള രീതിയിലായിരുന്നു മിഷേൽ ഫൂക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വിച്ച് വാസ് ഓൾമോസ്റ്റ് എഗെയിൻസ്റ്റ്, അതെ, ഓതറിന് ഇമ്പോർട്ടന്റ് ഉണ്ട്, ഒരു ഐഡിയോളജിക്കൽ പ്രൊഡക്റ്റ് ആണ്, ഒരു ലീഗൽ കൺസ്ട്രക്റ്റ് ആണ് നമ്മളെ ഓത്തർ എന്നായിരുന്നു നമ്മള് ഫൂക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഓത്തറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, വിച്ച് ഒപ്പോസസ് ദ ഐഡിയ ഓഫ് ബാത്ത്. അല്ലെ, ബാത്ത് പറഞ്ഞതിന്റെ നേരെ ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു നമ്മളെ ഫൂക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡെത്ത് ഓഫ് എൻ ഓതർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇയർ അറിയോ? എപ്പോഴും നമ്മളെ ക്വസ്റ്റ്യനിലൊക്കെ വരുന്നതാണ്. ക്യാൻ യു ഗെസ്? ഡെത്ത് ഓഫ് എൻ ഓതർ കഴിഞ്ഞിട്ടാണ് ഫൂക്കോയുടെ ഈ ഒരു വാട്ട് ഈസ് എൻ ഓതർ വന്നിട്ടുള്ളത്. രണ്ടും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 1967 ആണ് കേട്ടോ. യെസ്, ഓൾമോസ്റ്റ് ഇൻ ഇയർ. ഓക്കെ, 67 ആൻഡ് അതിന്റെ ശേഷം വന്നിട്ടുള്ള വാട്ട് ഈസ് എൻ ഓതർ 1969 അപ്പൊ 2 ഇയർ ഗ്യാപ്പിന്റെ അടുക്കാണ് ഈ ഫൂക്കോ ഇതിന് എതിരെയുള്ള ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അതിലൊന്നും ഇൻഡിവിജ്വലൈസേഷൻ എന്നുള്ള ഒരിക്കലും വരാൻ പോണില്ലല്ലേ, കാരണം നമ്മള് ഓതറിനെ എന്തായാലും ഇഗ്നോർ ചെയ്തിട്ടായിരുന്നു ബാത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിലെന്തായാലും ഇങ്ങനെ ഒരു ലൈന് വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് നോ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ആൻ ഓതർ, അപ്പോ അത് നമ്മൾ പോയിട്ട് ക്ലിക്ക് ചെയ്യും. ഇസിന്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഇപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ നമ്മൾ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രോണോളജിക്കൽ മാപ്പ് നമ്മൾ മനസ്സിലേക്ക് വരണം കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഇന്റൻഷണൽ ഫാലസി ഒക്കെ അല്ലേ, നമ്മൾ വിംസാറ്റിന്റെയും ബേർഡ്സ്ലിന്റെ ഒക്കെ, അത് 1946 വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ബാർട്സിന്റെ ഡെത്ത് ഓഫ് എൻ ഓതർ വന്നിട്ടുള്ളത് 1967. അത് കഴിഞ്ഞിട്ടാണ് മിഷേൽ ഫൂക്കോന്റെ വാട്ട് ഈസ് എൻ ഓതർ വന്നിട്ടുള്ളത് 1969. അപ്പൊ ആ ഒരു ക്രോണോളജി മാപ്പ് ഇങ്ങനെ മൈൻഡിലേക്ക് എപ്പോഴും ഇങ്ങനെ റിക്കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പൊ ഇന്റൻഷണൽ ഫാലസി കഴിഞ്ഞിട്ടാണ് ഡെത്ത് ഓഫ് എൻ ഓതർ വന്നത്, അതും കഴിഞ്ഞിട്ടാണ് വാട്ട് ഈസ് എൻ ഓതർ വന്നിട്ടുള്ളത്. സോ വാട്ട് വാസ് ഇന്റൻഷണൽ ഫാലസി? മ്യൂട്ട് ആണോ? മ്യൂട്ട് അല്ലല്ലോ, കേൾക്കുന്നില്ല. ഓക്കെ, മ്യൂട്ട് അല്ലായിരുന്നു കേട്ടോ, മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അതെ, എന്തായിരുന്നു ഇന്റൻഷണൽ ഫാലസി? നമ്മൾ വിംസാറ്റും ബേർഡ്സിൽ എപ്പോഴും ആന്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു, അതെ, ഓത്തറിന്റെ ഇന്റൻഷൻ പാടില്ല, അതായിരുന്നു അല്ലെ ഓത്തേഴ്സ് ഇന്റൻഷൻ. എന്ന് വെച്ചാല് ഓതർ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ചിട്ട് ഒരിക്കലും നമ്മളൊരു ടെക്സ്റ്റിന്റെ മീനിങ് പറയാൻ പാടില്ല. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ് എന്നുള്ളതായിരുന്നു നമ്മളെ വിംസാറ്റും ബേർഡ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്.
ഓക്കെ, ഇപ്പൊ ഒരാൾ ഒരു ഡെത്തിനെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പോയിട്ട് പറയാണ് ഞാൻ ഡെത്തിനെ കുറിച്ച് പീസ്ഫുൾ ആയിട്ട് ഡെത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ അത് വായിക്കുന്ന ഒരാൾക്ക് ഫിയറും റെസിസ്റ്റൻസും അത് കറക്റ്റ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഓത്തറിന്റെ ഇന്റൻഷൻ വെച്ചിട്ട് കവി എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള എക്സാക്ട് മീനിങ് നോക്കി പോവാതെ ഇറ്റ് ഡിപ്പെൻസ് എന്നുള്ള രീതിയിലായിരുന്നു ഇന്റൻഷണൽ ഫാലസി എന്ന് വെച്ചാൽ കേട്ടോ. ആ ഒരു ഫാലസി ഒഴിവാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓതറിന്റെ ഇന്റൻഷൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത് ഓക്കെ അല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ടായിരുന്നു ഡെത്ത് ഓഫ് എൻ ഓതർ വന്നത്. അതും കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെ വാട്ട് ഈസ് എൻ ഓതർ വന്നിട്ടുണ്ടായിരുന്നത്. ആസ് എ റെസ്പോൺസ് ഡെത്ത് ഓഫ് ഓതറിന്റെ റെസ്പോൺസ് ആയിട്ടായിരുന്നു 1969 വാട്ട് ഈസ് എൻ ഓതർ വന്നിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിന്റെയൊക്കെ PDF തരൂ കേട്ടോ ഗ്രൂപ്പിലൂടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The term trace, which refers to the trace of the other, has been borrowed by Jacques Lacan from ഏതായിരിക്കും? ഡെരീഡ ആണോ, ഇമ്മാനുവൽ ലിവിനാസ് ആണോ, ഫ്രൂഡ് ആണോ, നോറിസ് ആണോ? പറയുന്നുണ്ട് ഇമ്മാനുവൽ ലിവിനാസ് പറയുന്നുണ്ട്. എന്താണ് ട്രേസ് എന്ന് വെച്ചാല്? ട്രേസ് നമ്മൾ വായിച്ചു, എന്താണ് ആ ട്രേസ്? ട്രേസ് എന്ന് കേൾക്കുമ്പോ ശരിക്ക് ചിലര് ഡെരീഡ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോകും. വാട്ട് വാസ് ട്രേസ്? ഡെരീഡ പറഞ്ഞ ട്രേസ് എന്തായിരുന്നു? എനിബഡി നോ? ട്രേസ് എന്ന് കേൾക്കുമ്പോ ചിലര് അപ്പോറിയ എന്ന് പറയാൻ പറ്റില്ല, അപ്പോറിയൻ ആയിരുന്നു ഡീകൺസ്ട്രക്ഷൻ. ബട്ട് ഇപ്പൊ ട്രേസ് എന്ന് വെച്ചാല് എല്ലാ മീനിങ്ങിനും വേറെ മീനിങ്ങിന്റെ ട്രേസസ് ഉണ്ട്. അതെ, അതായിരുന്നു ആ ഒരു ട്രേസ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും ഡീകൺസ്ട്രക്ഷന്റെ ഒരു ടേം ആണ്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ട്രേസ് ഓഫ് അതർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇമ്മാനുവൽ ലെവിനാസ് ആണ് കേട്ടോ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇമ്മാനുവൽ ലെവിനാസ്. ഓക്കെ, അതെ. നമ്മൾ ഒരു മീനിങ് ഉണ്ടെങ്കിൽ അതിന് വേറെ മീനിങ്ങിന്റെ ഒരു ട്രേസ് ഉണ്ടാവും എന്നുള്ള അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത്. ഡെരീഡ എന്ന് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോകരുത്, ബിക്കോസ് ട്രേസ് ഡെരീഡ ആയിട്ടും റിലേറ്റഡ് ആണ്. യെസ്, ഓക്കെ. ആൻഡ് ഇപ്പൊ നമ്മൾ അടുത്ത ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സിഗ്മണ്ട് ഫ്രൂഡ് എന്തിന്റെ പയനിയർ ആയിരുന്നു? ഫ്രൂഡ് വാസ് ഡെരീഡ ഡീകൺസ്ട്രക്ഷൻ, ഇമ്മാനുവൽ ലെവിനാസ് ട്രേസ് ഓഫ് ദി അതർ, ഫ്രൂഡ് അപ്പൊ ഏതായിരുന്നു? സൈക്കോ എന്നൊക്കെ പറയുന്നുണ്ട്, സൈക്കോ അനാലിസിസ്, ആൻഡ് ക്രിസ്റ്റഫർ നോറിസ് ആരായിരുന്നു എന്നറിയോ? വാസ് ക്രിസ്റ്റഫർ നോറിസ് കണ്ടംപററി ബ്രിട്ടീഷ് ലിറ്റററി ക്രിറ്റിക് തന്നെ ആയിരുന്നു. ഹി വാസ് ഓൾസോ എ ഫിലോസഫർ കേട്ടോ. ഈ ഡീകൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ കമന്ററി ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അല്ലാതെ ഒരു ഒറിജിനൽ സോഴ്സ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അപ്പൊ ഒരു ഡിസ്ട്രാക്ടർ ആയിട്ട് കൊടുത്ത ഓപ്ഷൻ ആണ് കേട്ടോ. സോ ഡെരീഡ എന്ന് പറഞ്ഞാൽ ട്രേസ് ആയിട്ട് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത്. ട്രേസ് ഓഫ് ദി അതർ എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു ലെവിനാസിന് ഉണ്ടായിരുന്നത്. ആൻഡ് ലെവിനാസ് വാസ് എ ഫ്രഞ്ച് ഫിലോസഫർ. ഓക്കെ, ഒരു വാർ ടൈമിലൊക്കെ പോസ്റ്റ് വാർ ഫിലോസഫിക്ക് അത്യാവശ്യം പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റഡി ഓഫ് ബീയിങ്, ഓൺടോളജിയിലെ ഒരു മെയിൻ ഫിഗർ ആയിരുന്നു കേട്ടോ ലെവിനാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? ട്രേസ് എന്താന്ന് പറയണോ? അതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഡു യു നോ വാട്ട് ഈസ് ട്രേസ് എന്നുള്ളത്? അറിയൂ? ഓക്കെ അല്ലേ? ഓക്കെ, ട്രേസ് എന്ന് വെച്ചാല് ഇപ്പോ നമ്മള് സ്ട്രീറ്റിൽ ഒരു ബർഗർ ഉണ്ട് എന്ന് വെക്ക, നമ്മൾ സ്ട്രീറ്റിൽ. അപ്പോ ഞാൻ എവരിഡേ എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. അപ്പൊ ആ ഒരു ബർഗർ എന്താണ് അയാളെ മൈൻഡിൽ ഇപ്പോ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മൾ കോംപ്രിഹെൻഷനും അപ്പുറത്താണ് അയാളെ തോട്ട് കാര്യങ്ങളൊക്കെ. നമുക്ക് എന്തായാലും എന്താണെന്ന് അറിയില്ല. അയാൾ പോകുന്നത് എന്താണ്, അയാൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. ഹി വാസ് എ ബെഗർ ആൻഡ് ഹി വാസ് ഇൻ എ വെരി ബാഡ് സ്റ്റേറ്റ്. ഓക്കെ, പക്ഷേ നമ്മുടെ മനസ്സിൽ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി വരൂലേ, ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനത്തെ ആ ഒരു ട്രേസ് ഓഫ് ദി അതർ, വേറെ ഒരാളെ പ്രസൻസിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഹെയിലിംഗ് അല്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിലും നമ്മളെ മനസ്സിലേക്ക് ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി വരികയാണ്.
നമ്മൾ ഇയാളെ ഹെൽപ്പ് ചെയ്യണം ബിക്കോസ് ഹി ഈസ് നോട്ട് ഫീലിംഗ് വെൽ സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ത്രൂ. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാവില്ലേ? അയാൾ എന്തിലൂടെ കടന്നു പോകുന്നത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അയാളെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആ ഒരു എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി, ആ ഒരു ഫിനോമിനൻ ആണ് ട്രേസ് ഓഫ് ദി അതർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിലും ആ റെസ്പോൺസിബിലിറ്റിന്റെ ഫീലിംഗ് നമ്മളെ മനസ്സിലേക്ക് വരികയാണ്. ഒരു എവറിഡേ എക്സാമ്പിൾ ആണ് ട്ടോ ഞാൻ പറഞ്ഞത്. നമ്മൾ ഡെറിഡ ഒക്കെ ഡീപ്ലി ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരാളാണ് ലെവിനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, മനസ്സിലായോ? ട്രേസ് എന്ന് വെച്ചാൽ പ്രസൻസ് ഓഫ് എൻ അതർ പേഴ്സൺ ആവാം, ബിയോണ്ട് അവർ കോംപ്രിഹെൻഷൻ. യെസ്, നമ്മളെ മെയിൻ കോൺസെപ്റ്റ് ഒക്കെ റിട്ടൈൻ ചെയ്യലാണ് നമ്മൾ PYQ ഡിസ്കഷന്റെ എയിം എന്ന് പറഞ്ഞാൽ.